നല്ല അനുഭവം ഉണ്ടായിരുന്നു. ശിവജി ഗുരുവായൂർ നയിക്കുന്ന അതിജീവന യാത്ര നാടകം ബ്ലാക്ക് ഔട്ട് അരങ്ങും മണിയറയും സംഘടിപ്പിച്ച ആ നാടകം ഞങ്ങളുടെ ഗ്രാമത്തിൽ MALC ഗ്രൗണ്ടിൽ നടക്കുകയുണ്ടായി. അതൊരു ഗംഭീര നാടകമായിരുന്നു. തിയേറ്റർ സൊസൈറ്റിയുടെ ആശംസകൾ നേരുന്നു. മലയാളത്തിലെ പ്രൊഫഷണൽ നാടകരംഗത്തെ നടീനടന്മാരും അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരും അരങ്ങുമണിയറ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രശസ്ത നാടക സിനിമ നടനായിട്ടുള്ള ശിവജി ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു അതിജീവനത്തിൻ്റെ നാടകയാത്ര എന്ന പേരിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു നാടക പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് 3 പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ വായനശാലയിൽ അവർക്ക് വേദി ഒരുക്കിയത്. നാടക രംഗത്ത് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നാടകം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള കലാകാരന്മാർക്ക് ഒരു ധനസഹായം എന്ന പേരിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി MALC ഒരു വേദി ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ ശരീരമാണ്. ഈ ആളൊഴിഞ്ഞ ശ്മശാന പറമ്പിൽ എന്റെ ശരീരത്തിൽ തീ കൊളുത്തിക്കൊണ്ട് അവരത് കൂട്ടിക്കൊണ്ട് മാറി നിൽക്കുന്നു. അതാ അവരുടെ സുരക്ഷാ കവചങ്ങളൊക്കെ അഴിച്ചുമാറ്റി ഈ നാളുകൾ എന്നെ ഇതാ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കത്തിയിരിക്കുന്നത് ഞാൻ മാത്രമല്ല, 10,000-കണക്കിന് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ള പാവപ്പെട്ട കലാകാരന്മാരാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പറയാൻ ഞാനാരാണ്? ഞാൻ മഹാദേവൻ. വെളിച്ചവും ശബ്ദവും നിറഞ്ഞിരിക്കുന്ന അരങ്ങിലാകാൻ തോന്നിക്കുന്ന 10,000-കണക്കിന് കലാകാരന്മാർ ഒരു എളിയ കലാകാരൻ. കണ്ടോ? സമയം അടുത്തു കഴിഞ്ഞു. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഈ കർണന്റെ പ്രാണനെടുക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ജീവിതത്തിൽ എന്നും തോറ്റുപോയിട്ടുള്ളവന്റെ അവസാനത്തെ തോൽവി. സുയോധന, വെള്ളം വെള്ളം ധർമ്മനീതികൾ ലംഘിക്കപ്പെട്ട കുരുക്ഷേത്ര യുദ്ധത്തിലെ മറ്റൊരിടം കൂടി എന്റെ കർണൻ. ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കും. എന്റെ മരണത്തോടെയെങ്കിലും വിനാശകരമായ യുദ്ധം ഇല്ല കർണ, എനിക്ക് വേണ്ടി അങ്ങേപ്പോഴുള്ളവർ ബലിയർപ്പിക്കപ്പെടുക. എന്നിട്ട് മരണത്തെ വയലിൽ നാം യുദ്ധം അവസാനിപ്പിക്കുക. ഒരിക്കലെങ്കിലും കർണ, ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ മൃതശരീരം ഒരു കന്യക ഭൂമിയിൽ അടക്കം ചെയ്യണം. ഒരു പുൽക്കൊടി പോലും മുളച്ചിട്ടില്ലാത്ത കന്നിമണ്ണിൽ. ഈ ശപിക്കപ്പെട്ട ജന്മം എന്റെ സ്വപ്നങ്ങൾ ഇനി ഒന്നും ഒരു പുൽക്കൊടിയായി പോലും പുനർജനിപ്പിക്കരുത്. അയ്യോ വയ്യ, എന്നോട് എന്നെ പറഞ്ഞ പിടിക്ക്.
ജയനായ മഹാവീരൻ, എന്റെ പ്രിയപ്പെട്ട കർണൻ. ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. നാടകമല്ലേ? എങ്ങനെയുണ്ട് നാടകം? അതിന് ഒന്നാമതിരിക്കും ചരിത്രത്തിൽ തോറ്റമറ്റ പേര് രേഖപ്പെടുത്തിയതാണ് കാണാൻ. അപ്പൊ പിന്നെ ജീവിതത്തിൽ തോറ്റു തുന്നും പാടിയ ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനെ എന്താ പറയാ, ഒരു പറയാറില്ലേ, ആത്മാംശം അത് കൂടും. അതുകൊണ്ട് ഈ കഥാപാത്രം കണ്ടാവുന്നത്. പിന്നെ ജനങ്ങളുടെ കയ്യടി കേട്ടില്ലേ? നീ കയ്യടി എത്തില്ല. ജനങ്ങൾ കൈയടിച്ച് തോൽക്കും. എന്നാലും നമ്മൾ രക്ഷപ്പെടില്ല. ഓനെങ്ങണ്ട് തിങ്കളാഴ്ച തന്നെ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ പറഞ്ഞു. നാളെ തന്നെ പണം അടയ്ക്കാൻ പറഞ്ഞു. കിട്ടിയത് കേട്ടാ? അത് കിട്ടി. അല്ല, കിട്ടും. ഒരു 20 നാടകം കുറച്ചായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു 10 നാടകത്തിന്റെ പൈസ കൂടെ കൂട്ടി ഒരു തുക തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മതിയാവില്ല. നമുക്ക് അതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. അല്ല, ഈ നാടകം ഓരോരുമാരും ചത്തതാണെങ്കിലും ഇവർക്കും 2 ദിവസത്തെ പ്രായമുണ്ട്. ഇവരുടെ ചുണ്ടും നിങ്ങൾക്ക് ഇറച്ചി തന്നെയല്ലേ? ഇവരുടെ ചുണ്ടും നിങ്ങൾക്ക് ഇറച്ചി തന്നെ. നിങ്ങൾക്ക് ഇനി നെറ്റി ചൊളിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ സ്വന്തം അനുഭവം അല്ലെന്ന് കരുതി ആശ്വസിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കിത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇത് ചൂണ്ടിനെടുത്ത കണ്ണുകളുടെ കാഴ്ചയാണ്. ജീവിക്കാൻ കൊതിച്ച ഒരു പെണ്ണിന്റെ കാഴ്ച. കണ്ടില്ലേ? പെൺകരുത്ത് നാടകം തീർന്നിട്ടില്ല. ബ്ലാക്ക് ഔട്ട്. ആട്ടിമകളല്ല ഞങ്ങൾ, ആട്ടങ്ങില്ല ഞങ്ങൾ, ആട്ടിയുറച്ച് നിന്ന് പൊരുൾ ഞങ്ങൾ. ചെന്നി മുതലാളികൾക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കില്ല ഞങ്ങൾ. ഞങ്ങളുടെ കുന്നുകളെ ഇടിച്ചു നിരത്തി ഈ നാടിന്റെ നീരുറവകളെ ഇല്ലാതാക്കുന്ന വികസനം ഞങ്ങൾക്ക് വേണ്ട. ഈ മണ്ണിന്റെ കണ്ണീര് കാണാത്ത നിങ്ങൾ ഈ മണ്ണിലെ മനുഷ്യർ തന്നെയാണ്. ആദ്യം ഞങ്ങളെ കൊണ്ട് എന്നിട്ടാകാം കുന്നുകൾ നിരത്തുന്നത്. ഇത് ഏങ്കട കാട്, ഏങ്കട മണ്ണ്, ഏങ്കട കായും കനിയും. ഏങ്ങൾക്ക് കാടിറങ്ങണ്ട. ഏങ്കട മണ്ണിൽ ഏങ്കളായി ജീവിക്കാൻ വിടു തമ്പ്രാക്കളെ. ഈ കാട്ടുകനിയും കേങ്ങും തിന്ന് ഏങ്കട പശി അടക്കിക്കൊള്ളാം. ഈ കാട്ടുചോലയിലെ വെള്ളം കുടിച്ച് ഏങ്കട ദാഹം തീർക്കൊള്ളാം. ഈ കുടിയിൽ കിടന്ന് ഏങ്കട കണ്ടു കണ്ടോളാം. ആണിനും തെറ്റാണെങ്കിൽ പെണ്ണിനും തെറ്റ്. ഒരു മതക്കെട്ടിനുള്ളിൽ കിടന്ന് പെറ്റുകൂട്ടുന്ന പണിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് അധികകാലം പെണ്ണുങ്ങളെ കിട്ടുകയില്ല. നിങ്ങൾ സ്ത്രീകളുടെ ബുദ്ധി വരയിപ്പിക്കുകയാണ്. അവർക്ക് വെളിച്ചം കാണിക്കാതെ വിദ്യാഭ്യാസം നൽകാതെ അവരെ നശിപ്പിക്കുകയാണ്.
അതുകൊണ്ട് നശിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ല, ആളുകളാണ് നമ്മുടെ സമുദായം. ഈ മണ്ണ് നമ്മുടെ നാടിനെ മാറ്റിയ നാടകത്തിൻ്റെത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാടകക്കാർ നാടിനു വേണ്ടി നാടകം കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ നാടകം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്വാസവും ജീവിതവും പോരാട്ടവുമാണ്. നാടകങ്ങൾ നിലനിന്നിരുന്ന സമ്പന്ന കാലം ഇപ്പോഴെല്ലാം കെട്ടടങ്ങി. കോവിഡ് എന്ന മഹാമാരി വന്നതോടെ നാടകങ്ങളുടെ തിരിച്ചുകൾ, അതോടുകൂടി നാടകങ്ങളുടെയും നാടക ജീവിതങ്ങളുടെയും മനസ്സുകളിൽ കരിനിഴൽ പടർന്നു. അപ്പോൾ ഓരോ നടന്റെയും മനസ്സിൽ 10,000-കണക്കിന് കഥാപാത്രങ്ങൾ വന്നിങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ രഥചക്രം പോലെയായി ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ. നാടകം കാത്തു കിടക്കുന്ന അരങ്ങുകൾ, അരങ്ങുകളെ കാത്തു കിടക്കുന്ന നാടകം. നിന്നെയും ധരിച്ച് ഓരോ വേദികളിലും ഞാൻ വിട്ട സംഭാഷണങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അറ പറ്റിപ്പോയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വേഷങ്ങൾ വേണം. അതെ, ആ വേഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. ആ വേഷങ്ങളാണ് ഞങ്ങളുടെ നാടകങ്ങൾ. എനിക്കെന്റെ വേഷങ്ങൾ, എനിക്കെന്റെ അരങ്ങിനെ തിരിച്ചറിയോ? എനിക്കെന്റെ വേഷങ്ങൾ താ, എനിക്കെന്റെ വേഷങ്ങൾ താ. എന്താ ദേവേട്ട ഇത്? നമുക്ക് മാത്രമല്ല കഷ്ടപ്പാടുള്ളത്, എല്ലാവർക്കും കഷ്ടപ്പാടില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വേണ്ടേ. സഹോദരി, ഈ നാടിനൊരു കണ്ണീരുണ്ടായാൽ അത് തുടച്ചു മാറ്റുന്നവനാണ് കലാകാരൻ. ആ കലാകാരനൊരു കണ്ണീരുണ്ടായാൽ അത് ഈ നാട് കാണാതെ പോകരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഉടങ്ങിപ്പോയ ലോണുകൾ, വീട്ടിൽ തീർക്കേണ്ട കടകൾ വേറെ, നമ്മുടെ വീടിന് വാടക മാസങ്ങൾ വേറെ. ഇപ്പോൾ അയാൾ ആലോചിച്ച് അങ്ങനെ ഈ ആനുകൂല്യം എത്ര കാലം ഉണ്ടാകും? ഇറക്കി വിട്ടാൽ തെരുവിലേക്ക് ഇറക്കേണ്ടി വേണ്ട. പട്ടിണി ഒന്നുമില്ല, ശരി തന്നെ. പക്ഷെ വിശപ്പടക്കി മാത്രം നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? അന്നം കഴിച്ച് വിശപ്പടക്കി മാത്രം ജീവിക്കാൻ നമ്മളെന്ന പോലെ പക്ഷി മൃഗാദികളോ മറ്റോ ആണോ? പക്ഷേ മനുഷ്യരല്ലേ. ബുദ്ധിയും ചിന്തയും വികാരങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആത്മാഭിമാനവും ഒക്കെയുള്ള പച്ച മനുഷ്യരല്ലേ നമ്മൾ? പച്ച മനുഷ്യർ. നല്ല പാട്ടൊക്കെ ആയിട്ടുണ്ട്. ഒരു 100 രൂപ തരട്ടെ. സ്കൂളിൽ പോയി നാടകം പഠിച്ചിറങ്ങിയിട്ട് ഇതുപോലെ മീൻ കൊട്ടം എല്ലാ തൊഴിലും അതിൻ്റെതായ മാന്യതയില്ലേ. വീട്ടിൽ 4-5 വേലകളുണ്ട്. ആ നാടകം പഠിച്ച് ഓർമ്മകൾ നോക്കിയിരുന്ന നടക്കുക ദേവേട്ട. ഈ വെളിച്ചമൊന്നും മങ്ങി തെളിയുമ്പോ എല്ലാം നേരെയാകും. എന്നാലും ഇതൊക്കെ എനിക്ക് വിഷമമൊന്നുമില്ല ദേവേട്ട. എനിക്ക് നല്ല ആരോഗ്യമില്ലേ, എന്ത് പണിവാങ്ങി ചെയ്യാലോ. മാത്രമല്ല ഈ മീൻ വിറ്റ് കിട്ടുന്ന കാശിന് ഒരു പങ്ക് മാറ്റി വെച്ചു. ആരോഗ്യം അറിവ് നഷ്ടപ്പെട്ടു ജീവിതത്തിൽ തോറ്റുപോയ നമ്മുടെ നാടക കലാകാരന്മാർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കൂടി വേണ്ടിയിട്ടാ ആ ശ്രമിക്കുന്നത്. പഠിച്ച പാഠങ്ങളും അറിഞ്ഞ പരീക്ഷകളൊക്കെ ഓർക്കുമ്പോ ചക്ക് പടക്കുന്നുണ്ട്. മീനോ വിളിച്ച് ചക്ക് പൊട്ടുമ്പോഴും പഠിക്കുന്നതിലും നാടകം തിളച്ചു മറിയുക. അത് മാത്രം ഓരോ നാടകക്കാരനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന നാടകം, മാക്ബത്തിലെ മാക്ബത്തായി വേഷമിട്ടതിന് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ നടനാണ്. സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടും. ഇപ്പോ നീ നിൽക്കുന്ന മാക്ബത്തായി മാറി.
സത്യം പറയും, നിനക്കതിന് സങ്കടമുണ്ടോ? ഇല്ല ചേട്ടാ, ഒക്കെ മാറും. ആര് തിരിച്ചറിഞ്ഞില്ലേലും നമ്മൾ നാടകക്കാരെ ഈ നാട് തിരിച്ചറിയാണ്ട് നിൽക്കോ? ചേച്ചി ഒരു 100 രൂപ മീനെടുക്കട്ടെ. എന്നാ കുറെ അടുത്ത് പോവാനുണ്ടേ ദേവേട്ടാ. ഒരു 100 രൂപ കൊടുത്ത് മീൻ വാങ്ങി അങ്ങനെയെങ്കിലും അവനെ ഒന്ന് സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കൊണ്ടേ എന്താണ് നമ്മളൊക്കെ ഇങ്ങനെയായി പോകുന്നത്? പോയി രാജേട്ട അവിടെ പോയി അയ്യോ 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 ജപ്തി നോട്ടീസ് വന്നത്ര കുറെ ലോൺ തുടങ്ങിയതല്ലേ. 1-2 വർഷമായിട്ട് പരിപാടി എടുക്കുന്നുണ്ട്. വേറെ കുറെ കടകളുണ്ട്. 2 ദിവസമായിട്ട് ഒരാളടുത്ത് പിന്നീട് പോലില്ല. എന്റെ പ്രിയപ്പെട്ട രാജേട്ടൻ അരികിൽ നടന്ന പതിഞ്ഞ ശബ്ദത്തെ പോലും, അവന്റെ ഒരു നിശ്വാസത്തെ പോലും അകലെയിരിക്കുന്ന കാടുകളുടെ കാടുകളിലേക്ക് അണയാതെ എത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജേട്ടൻ സദസ്സിലുള്ള കളയുന്നതിന് മുമ്പ് സൈതട്ടിയുടെ മറവിലിരുന്ന് വലുതേക്കിന് പെരുവിരൽ ഉയർത്തി ഞങ്ങൾക്ക് തരുന്നൊരു ഊട്ടമുണ്ട്. അത് ഇനിയില്ല. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ വേഷത്തിൽ ഈ ഹോട്ടലിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ബോർഡൊക്കെ പിടിച്ച് ഇതാണ് കേട്ടാ ദുര്യോധനന്റെ പുതിയ വേഷം ആണോ? എങ്ങനെയുണ്ട്? ഈ കാറിലൊക്കെ പോകുന്ന ആളുകളെ ഓരോട് ഇതാണ് ഹോട്ടലിൽ കാണിച്ചു കൊടുക്കാൻ ദുര്യോധനേക്കാൾ വലിയൊരാൾ വേറെ ആരായി ഭൂമിയിൽ? അങ്ങനെ പോറ്റല്ലേ കേട്ടാ. എല്ലാം ശരിയാവും. ദുര്യോധനന്റെ വേഷം കെട്ടി കേരളത്തിൽ അങ്ങോളമുള്ള സ്റ്റേജുകളിൽ തകർത്താടി നടന്ന നടനാണ് നടൻ. ആ പഴയ നല്ല നടൻ നമുക്കിനി തിരിച്ചു കിട്ടൂടാ ശബരി. കേട്ടാ ആർട്ട് ഡയറക്ടറായ എങ്ങനെ വരച്ചത് ബിംബമാർന്ന രംഗപടത്തിന് മുമ്പിൽ ഞാൻ അഭിനയിച്ചു തീർത്ത വേഷങ്ങൾ എത്രയാണെന്ന് എനിക്കല്ലേ അറിയില്ല. അതൊക്കെ പോട്ടെ, പരിപാടിക്കണ്ട. എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. ഇവിടെ നാടകം നിന്നപ്പോ ഈ നാടകത്തിന് സെറ്റ് ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ലേ? ഞാനിപ്പോ ടൗണിലെ 1-2 പൂക്കട എന്റെ മുമ്പിൽ ഇരിക്കും. അതെന്താ ഈ പൂക്കച്ചവടം തുടങ്ങി? പൂക്കച്ചവടം തുടങ്ങിയതല്ല. ഈ പൂക്കടയില് പൂമാല മാത്രല്ല, റീത്തും. ഒരു റീത്തിന്റെ മുകളിൽ ആദരാഞ്ജലികൾ എന്ന് എഴുതിയ എനിക്കവരെ 30 എന്ന് വെച്ചാല് പ്രശസ്തനായ ആർട്ട് ഡയറക്ടർ ഈ ആർട്ടിസ്റ്റ് രഘുവരൻ തന്റെ ബ്രഷ് കൊടുത്ത് മരണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക. കലാകാരനായി പോയില്ലേ? ജീവിക്കണ്ടടാ. എനിക്കൊരു വിഷമമില്ല. ആളെ വിളിച്ചു കേട്ടോ. കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാ നമുക്ക് ഈ ജോലി വന്നത്. മറ്റേ ആളെ കിട്ടാനിക്കൊന്നല്ല, പിടിച്ചിട്ട് ആളെ വിളിച്ചു കേട്ടോ. വൈകുന്നേരം ആകുമ്പോ പെട്ടിയിൽ കാശ് വിളിക്ക് 5ന്റെ പൈസ ഞാൻ തരില്ല. അപ്പൊ പിന്നെ കാറ്റിട്ട് കാണില്ല. മനസ്സിലാവണ്ട? നീ പിടിക്കാറ് പിടിക്കാറാ. താടിക്കാരൻ ഒന്ന് കൊടുക്കണം. അതാ ഞാൻ മുതലാളി. ഒന്നാമത് പോയിക്കോ. ഇതാ ദുര്യോധനന്റെ പുതിയ ജീവിതം. സാരത ഒക്കെ റെഡിയോ. ഒരു വണ്ടി എടുത്തിട്ട് വാസന്തി
വാസന്തി നീ എന്താ ഇവിടെ ഇത് അത്ര കാലായിട്ട് കണ്ടിട്ട്? പിന്നെ എനിക്കിവിടെ ഹോട്ടലിൽ ഒരു ജോലി ആണോ? നന്നായി, അസല് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. സത്യം നന്നായി. ഹോട്ടലിന്റെ അടുക്കളയിൽ എച്ചിൽപാത്രം കഴുകുന്ന പണിയാണ്. നോക്കണ്ട രഘു സാറേ, അങ്ങ് ഒരുക്കി തന്ന കൊട്ടാരക്കെട്ടിലെ ശിവാജി സാവന്തിന്റെ ദ്രൗപദി, ദ്രുപദ രാജാവിന്റെ മകൾ, ഇവിടെയും രാജകുമാരി തന്നെയാണ്. എച്ചിൽപാത്രങ്ങൾ കഴുകുന്ന രാജകുമാരി. ആ രഘു സാറേ, വൈകുന്നേരം 7 മണി വരെ കാത്തു നിന്നാൽ ഹോട്ടലിന് ബാക്കി വരുന്ന ഭക്ഷണം കൂടി കിട്ടും. വീട്ടില് എന്നെ ആശ്രയിച്ച് കഴിയുന്ന 3-4 വയറുകളില്ലേ സാറേ, അവർക്കിപ്പോ ഞാൻ അവരെ ആശ്വാസം. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാ ഞാൻ വരട്ടെ. ഒന്നും വേണ്ട. അവളുടെ കുട്ടിക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പോലുള്ള കാശ് പോലുമില്ല. കണ്ടില്ലേ ഇതുപോലുള്ള മനുഷ്യ ജന്മങ്ങള്? അരങ്ങുകളില്ലാതെ അനാഥമായി പോയ ഒരുപാട് നാടക ജന്മങ്ങൾ. നിങ്ങൾ ഇതുവരെ പോയില്ല. അയാൾ കണ്ട ഇങ്ങനെ ചീത്ത വരട്ടോ. താൻ ഇയാളെ ഇവിടെ നാടകം കൊടുക്ക. ഇതൊന്നും എഴുതിട്ടാണോ? ഞാൻ അങ്ങോട്ട് റോയൽ ക്ലബ്ബ്. റോയൽ ക്ലബ്ബ് നല്ല പേര്. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷിൽ പോയി എഴുതോ. ഞാനിതൊന്ന് എഴുതി കൊടുക്കണം. അല്ല മുമ്പ് നിങ്ങൾ ചോദിച്ചു വിളിക്കണം. എല്ലാവരും വരും. നിങ്ങൾ അല്ല ഞാൻ വിളിക്കണം. നീ വിളിക്കണം. ഇതെങ്ങനെയുണ്ടാ? അടിപൊളിയായിട്ടില്ലേ? ഇന്നെനിക്ക് ചേരുണ്ടായിരുന്നു. തന്നെ പണ്ടാറങ്ങാനല്ല കൊണ്ടാ നീ ഇയാളെ ചെറിയ നോക്കിക്കാണ്ട് അപ്പൂക്കണമില്ലോ നിക്ക് ഇതേപോലെ കാശ് കിട്ടണമെങ്കിൽ ഞാൻ വന്നോളാം. എത്ര തെറുകേട്ടാ ഇന്നത്തെ ചെലവുകളുടെ കാശായി. ശരിയേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഇളയ മോള് പറഞ്ഞതാണ്, അച്ഛാ വരുമ്പോ എനിക്കൊരു പേന കൊടുക്കും. അതിനൊരു കാശായി അല്ല. ശരി, ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഓഫീസില്. വസന്തി ഞാനാ വാസന്ത. ദേവേട്ടൻ കരയണ്ട കേട്ടോ. ദേവേട്ടന്റെ അസുഖം മാറി വന്നിട്ടേ നമുക്ക് ഒരാട്ടിച്ചുപൊളി മെസ്സേജ് നാടകങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യമായി ഈ മഹാമാരി. ഇതിനു മുമ്പിൽ നമ്മൾ ഏത് ദുരന്ത നാടക സുഹൃത്തുക്കളെ കളിക്കേണ്ടത്? എല്ലാവർക്കും തുറന്നു കൊടുത്ത ഇളവുകൾ പോലെ അരങ്ങുകളെങ്കിലും തുറന്നു തന്ന് ഒന്ന് നാടകം കളിക്കാൻ വേണ്ടി നമ്മളെല്ലാരും ഇങ്ങനെ കാത്തു നിൽക്കല്ലേ? അതിവിടെയുള്ള ആരും അറിയുന്നില്ലേ? നമ്മളൊക്കെ പിഴച്ച സ്വപ്നങ്ങൾ പോലെ നമ്മുടെ ഈ നാടക കോപ്പുകൾ. ഞങ്ങൾ മാത്രമല്ല, കഥകളിക്കാര്, തെയ്യം കലാകാരന്മാര്, വാദ്യക്കാര്, ഗായകര്, നൃത്തക്കാര്, പിന്നെ ഇവരോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങള്. ഈ മഹാമാരി നിസ്സഹായ നമ്മൾ തളർന്നു പോയാൽ ഇനി ഒരിക്കലും നമുക്ക് ഉണരാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ആരുമില്ലേ? ഈ ഏകാന്തതയിൽ എനിക്ക് ശ്വാസം മുട്ടുന്നല്ല. എന്റെ നാടി ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി മരണം എന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്ന് അടുത്ത് വരുന്നത് പോലെ. ഈ മഹാദേവൻ എന്നേക്കുമായി യാത്രയാവുക. അതിലൂപൊരു കാര്യം നിങ്ങളോട്
അത് കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരാരും തന്നെ എൻ്റെ ചുറ്റുവട്ടത്തിലില്ല. ഞങ്ങളെങ്കിലും അത് കേൾക്കണം. ഞങ്ങൾ നാടകക്കാർ നാടകം കളിച്ചത് ഈ നാടിന് വേണ്ടിയാ. ആ നാട് ഈ ഞങ്ങളെ കണ്ണിൽ നഴിക്കരുത്. ഈ നാട് 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 സാവിത്രി ഈ നാടകം ഇവിടെ ഇങ്ങനെ അവസാനിച്ചു എന്ന് പറയുന്നില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ കലാകാരന്മാരെ നിങ്ങളെ മുന്നിലിരിക്കുന്നു. നിങ്ങളൊന്ന് സ്പർശിച്ചിട്ടെങ്കിലും പോകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിന് അപ്പുറം തന്നെ ഈ നാടകം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വഴി നിങ്ങൾക്കുണ്ടായ ആശയം, അത് നെഗറ്റീവോ പോസിറ്റീവോ ആവട്ടെ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഫോണിലൂടെ പ്രചരിപ്പിക്കുക. അത് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ.